ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 116 വാല്യം 3. ഈശോ ഗെത്സമനിയിൽ വച്ച് രാത്രിയിൽ നിക്കോദെമോസിനോട് സംസാരിക്കുന്നു. ഒലിവ് തോട്ടത്തിലുള്ള ചെറിയ വീടിന്റെ അടുക്കളയിൽ ശിഷ്യരുടെ കൂടെയായിരുന്ന് ഈശോ അത്താഴം കഴിക്കുകയാണ്. അന്നത്തെ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ പറയുന്നു. ഇപ്പോൾ വിവരിച്ച കാര്യങ്ങളൊന്നുമല്ല, കാരണം മറ്റു കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. അക്കൂട്ടത്തിൽ ബത്ഫേജിലേക്കുള്ള റോഡരികിലുള്ള ശവകുടീരങ്ങൾക്ക് സമീപം ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ വിവരം പറയുന്നു. റോമാക്കാരൻ ഒരു ശതാധിപനും അത് കാണുന്നുണ്ടായിരുന്നു. ബർത്തലോമ്യോ പറയുന്നു. അയാൾ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ എന്നോട് ചോദിച്ചു, നിങ്ങൾ അനുഗമിക്കുന്ന ആ മനുഷ്യൻ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന്. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയെങ്കിൽ അവൻ അസ്കുലാപ്പിയസിനേക്കാൾ ധനികനുമായി തീരും. ഞാൻ പറഞ്ഞു, ലോകരീതിയിൽ അവൻ എപ്പോഴും ദരിദ്രനായിരിക്കും, കാരണം അവൻ ഒരിക്കലും ഒന്നും സ്വീകരിക്കയില്ല, എന്നാൽ കൊടുക്കും. അവന് ദൈവത്തിന്റെ പക്കലേക്ക് കൊണ്ടുപോകാൻ ആത്മാക്കളെ മാത്രം മതി. ശതാധിപൻ വിസ്മയത്തോടെ എന്നെ നോക്കി, പിന്നീട് വേഗത കൂട്ടി കുതിരയെ ഓടിച്ചു പോയി. ഒരു പല്ലക്കിൽ പോയ ഒരു റോമാക്കാരി സ്ത്രീയുമുണ്ടായിരുന്നു. പല്ലക്കിന്റെ വിരികളൊന്നും നീക്കിയിരുന്നില്ല. അതിനിടയിൽ കൂടി അവൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ കണ്ടു. തോമസ് പറയുന്നു. അതെ, റോഡിന്റെ മുകളിലത്തെ വളവിനായിരുന്നു അത്. ദാവീദിന്റെ പുത്ര, എന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് കുഷ്ഠരോഗി നിലവിളിച്ചപ്പോൾ പല്ലക്ക് നിർത്താൻ അവൾ പറഞ്ഞു. ഒരു കർട്ടൻ നീക്കി അവൾ വിലപിടിച്ച ഒരു കണ്ണാടി ഉപയോഗിച്ച് അങ്ങയെ നോക്കി. എന്നിട്ട് അർത്ഥം വച്ചൊരു ചിരി. എന്നാൽ ഒരാജ്ഞയാൽ അയാളെ സുഖപ്പെടുത്തിയെന്ന് കണ്ടപ്പോൾ അവൾ എന്നെ വിളിച്ചു ചോദിച്ചു, സത്യമായ മിശിഹ എന്നവർ വിളിക്കുന്നത് ഇവനെയാണോ? അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അവൻ വാസ്തവത്തിൽ നല്ലവനാണോ? ജോൺ പറയുന്നു. അപ്പോൾ നീ അവളെ കണ്ടു, അവൾ എങ്ങനെയായിരുന്നു? പത്രോസും യൂദാസും ചോദിക്കുന്നു. കൊള്ളാം, ഒരു സ്ത്രീ. എത്ര വലിയ ഒരു കണ്ടുപിടുത്തം! പത്രോസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. കറിയോത്തുകാരൻ നിർബന്ധിച്ചു ചോദിക്കുന്നു, അവൾ സുന്ദരിയാണോ, ചെറുപ്പമാണോ, ധനികയാണോ? അതെ, എനിക്ക് തോന്നുന്നത് അവൾക്ക് ചെറുപ്പമാണെന്നും അവൾ സുന്ദരിയാണെന്നുമാണ്. എന്നാൽ അവളെ നോക്കുന്നതിനേക്കാൾ കൂടുതലായി ഞാൻ ഈശോയെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈശോ വീണ്ടും പുറപ്പെടുകയാണോ എന്ന് അറിയാൻ ഞാൻ നോക്കുകയായിരുന്നു. വിഡ്ഢി, യൂദാസ് പല്ലിനിടയിൽ മുറുമുന്നു. എന്തുകൊണ്ട്? സഹോദരനെ ആദരിച്ചുകൊണ്ട് ജെയിംസ് സംസാരിക്കുന്നു. എന്റെ സഹോദരൻ വേഷം കെട്ടി ചമഞ്ഞ് പരിപാടികൾ അന്വേഷിച്ച് നടക്കുന്നവനല്ല. മര്യാദയെ പ്രതി അവൻ സംസാരിച്ചു. എന്നാൽ അവന്റെ ഒന്നാമത്തെ ഗുണം അവൻ വിട്ടില്ല. ഏത്? ഒരു ശിഷ്യന്റെ ഗുണം. ശിഷ്യന്റെ ഏക സ്നേഹം അവന്റെ ഗുരുവാണ്. യൂദാസിന് ആകെ ദേഷ്യം. അയാൾ തല താഴ്ത്തുന്നു. ഇനി എന്തായാലും റോമാക്കാരോട് സംസാരിക്കുന്നത് കാണുന്നത് അത്ര നല്ലതല്ല. അവരിപ്പോൾ തന്നെ നമ്മെ കുറ്റപ്പെടുത്തുകയാണ്. യൂദയാക്കാരല്ല, ഗലീലിയക്കാരായതുകൊണ്ട് നമുക്ക് പരിശുദ്ധി കുറവാണെന്നും പറഞ്ഞ്. അതോ അത് നമ്മുടെ ജനനത്തെക്കുറിച്ചാണ് പിന്നെ അവർ കുറ്റപ്പെടുത്തുന്നത്. പലപ്പോഴും തിബേരിയാസിൽ താമസിക്കുന്നതിനാണ്. തിബേരിയാസ് പുറജാതികൾ, റോമാക്കാർ, ഫിനീഷ്യക്കാർ, സിറിയാക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. എന്നിട്ടോ, ഓ, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മെ കുറ്റപ്പെടുത്തുന്നത്. ഫിലിപ്പ് പറയുന്നു. ഫിലിപ്പേ, നീ നല്ലവനാണ്. നീ പറയുന്ന സത്യത്തിന്റെ കാഠിന്യത്തിന്റെ മേൽ നീ ഒരാവരണമിട്ടു. എന്നാൽ ആവരണമൊന്നുമില്ലാതെ സത്യം ഇതാണ്. ഓ, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് എന്നെ അവർ കുറ്റപ്പെടുത്തുന്നത്. ഇതുവരെ മൗനമായിരുന്ന ഈശോ പറയുന്നു. എത്രയായാലും അവർ പറയുന്നത് മുഴുവൻ തെറ്റൊന്നുമല്ല. അവിശ്വാസികളുമായുള്ള സമ്പർക്കം കുറെ അധികമാകുന്നുണ്ട്. കറിയോത്തുകാരൻ പറയുന്നു. മോശയുടെ നിയമം അനുസരിക്കാത്തവർ മാത്രമാണ് അവിശ്വാസികൾ എന്നാണോ നീ വിചാരിക്കുന്നത്? ഈശോ ചോദിക്കുന്നു. ശരി, പിന്നെ ആരൊക്കെയാണ്? യൂദാസേ, നിന്റെ ഹൃദയത്തിൽ അവിശ്വാസമൊന്നുമില്ലെന്ന് ദൈവത്തിൽ ശപഥം ചെയ്ത് പറയാമോ? ഇസ്രായേലിലെ ഏറ്റവും പ്രധാനികളിലും അവിശ്വാസം ഒന്നുമില്ലെന്ന് നിനക്ക് സത്യം ചെയ്യാമോ? ഗുരുവേ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. എന്റെ കാര്യത്തിൽ ഞാൻ സത്യം ചെയ്ത് പറയാം. നിന്റെ അഭിപ്രായത്തിൽ അവിശ്വാസം എന്താണ്?
ഈശോ വീണ്ടും ചോദിക്കുന്നു. തെറ്റായ ഒരു മതത്തിൽ ജീവിക്കുന്നതാണ്. പല ദൈവങ്ങളെ ആരാധിക്കുന്നതാണ്. യൂദാസ് ക്ഷോഭിച്ച് ഉത്തരം പറയുന്നു. ഏതെല്ലാം? ഗ്രീസിലെയും റോമിലെയും ഈജിപ്തിലെയും ദേവന്മാർ. 1000 പേരുകളുള്ള ദേവന്മാർ. ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത ആളുകൾ. ഒളിമ്പസ് നിറഞ്ഞിരിക്കുന്ന അവർ. വേറൊരു ദൈവവും ഇല്ലേ? ഒളിമ്പിക് ദൈവങ്ങൾ മാത്രമേയുള്ളോ? വേറെ ഏതാണ്? ഇപ്പോൾ തന്നെ കുറേയധികം ഇല്ലേ? വളരെയേറെ. അതെ, എന്നാൽ ഇതിലും വളരെ കൂടുതലുണ്ട്. അവരവരുടെ പീഠങ്ങളിൽ കുന്തിരിക്കം കൊണ്ട് ഓരോ മനുഷ്യരും ധൂപാർച്ചന നടത്തുന്നുണ്ട്. പുരോഹിതരും നിയമജ്ഞരും പ്രീശരും സദുക്കായരും ഹേറോദേസ് പക്ഷക്കാരും ഇസ്രായേൽ മുഴുവനും. ഞാൻ പറയുന്നത് ശരിയാണോ? അവർ മാത്രമല്ല, എന്റെ ശിഷ്യരും കുന്തിരിക്കം പുകയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഇല്ല, അവരെല്ലാവരും കൂടെ പറയുന്നു. അല്ല എന്റെ സ്നേഹിതരെ, രഹസ്യമായ ഒരു പൂജയില്ലാത്തവരായി നിങ്ങളിൽ ആരുണ്ട്? ഒന്നല്ല, ചിലപ്പോൾ ഒന്നിലധികം പൂജകൾ. ഒരാൾക്ക് സൗന്ദര്യവും മിടുക്കും, വേറൊരാൾക്ക് സ്വന്തം അറിവിനെക്കുറിച്ചുള്ള അഹങ്കാരം, വേറൊരാൾ കുന്തിരിക്കം പുകയ്ക്കുന്നത് മാനുഷികമായ രീതിയിൽ ഒരു വലിയ ആളാകാമെന്നുള്ള പ്രതീക്ഷയ്ക്കാണ്. വേറൊരാൾ സ്ത്രീകളെയാണ് ആരാധിക്കുന്നത്. ഒരാൾ പണത്തെ വണങ്ങുന്നു. ഒരാൾ തന്റെ അറിവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. ഇങ്ങനെ പലതും. ഞാൻ നിങ്ങളോട് പറയുന്നു, വിഗ്രഹാരാധനയാൽ കളങ്കപ്പെടാത്ത ഒരു മനുഷ്യനും ഇല്ല എന്ന്. അപ്പോൾ പിന്നെ ദൗർഭാഗ്യത്താൽ അവിശ്വാസികളായവരെ എന്തിന് നിന്ദിക്കുന്നു? നിങ്ങൾ സത്യദൈവത്തിന്റെ ആളുകളാണെങ്കിലും നിങ്ങൾ സ്വതന്ത്ര മനസ്സാലെ അജ്ഞാനികളായി ജീവിക്കുന്നു. എന്നാൽ ഗുരുവേ, ഞങ്ങൾ മനുഷ്യരാണല്ലോ. അത് സത്യമാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. കാരണം ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ വില നിങ്ങൾക്കില്ലല്ലോ. എന്നാൽ അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും നിന്റെ ദൗത്യത്തിന് തടസ്സം വരുത്തുകയുമാണല്ലോ ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, അത് തുടർന്ന് നടന്നുകൊള്ളും. സ്ത്രീകളുടെ കാര്യത്തിൽ പത്രോസ് പറയുന്നു. ഈശോയുടെ അടുത്താണ് പത്രോസ് ഇരിക്കുന്നത്. അതിന്റെ സന്തോഷാധിക്യത്തിലായിരിക്കണം ആൾ വളരെ നല്ലവനാണിപ്പോൾ. നമ്മൾ യൂദയായിൽ നിന്ന് വന്നിട്ട് ബെഥനിയിൽ ആദ്യം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ കുറെ നാളായി ഒരു സ്ത്രീ ആകെ തുണി കൊണ്ട് മൂടി നമ്മെ പിന്തുടരുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നീ സംസാരിക്കുമ്പോൾ മിക്കവാറും ആളുകൾ ഇരിക്കുന്നതിന്റെ അവസാനത്തെ നിരയിൽ കാണും. നീ നടക്കുകയാണെങ്കിൽ നിന്നെ അനുഗമിക്കുന്ന ജനക്കൂട്ടത്തിന്റെ പിന്നിൽ കാണും. അല്ലെങ്കിൽ നിന്റെ വരവ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ അറിയിക്കുമ്പോൾ ഞങ്ങളുടെ പുറകിൽ കാണും. ബെഥനിയിൽ വെച്ച് ആദ്യം അവളുടെ ആവരണത്തിന്റെ മറയിൽ നിന്ന് തന്നെ എന്നോട് ചോദിച്ചു, ഇവിടെ സംസാരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ നസ്രത്തിലെ ഈശോയാണോ? ആണെന്ന് ഞാൻ അവളോട് മറുപടി പറഞ്ഞു. സന്ധ്യയ്ക്ക് അവൾ ഒരു വൃക്ഷത്തിന്റെ മറവിൽ നിന്ന് നിന്നെ ശ്രവിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളെ കണ്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ ജെറുസലേമിൽ ഞാൻ 2 or 3 പ്രാവശ്യം അവളെ കണ്ടു. ഇന്ന് ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് അവനെ കാണണമോ? നിനക്ക് രോഗമാണോ? നിനക്ക് ഭിക്ഷ വേണമോ? അവൾ തല കുലുക്കുകയും ചെയ്തു. ഒരുത്തരോടും ഒരു വാക്കുച്ചരിക്കുന്നില്ല. ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, എവിടെയാണ് ഈശോ താമസിക്കുന്നത്? ഞാൻ അവളോട് പറഞ്ഞു, ഗെത്സമനിയിൽ. ജോൺ പറയുന്നു. നീ അസൽ വിട്ടി. നീ അത് പറയരുതായിരുന്നു. നീ പറയേണ്ടത്, നിന്റെ മുഖംമൂടി നീക്കൂ, നിന്നെ തന്നെ പരിചയപ്പെടുത്തുക, അപ്പോൾ ഞാൻ പറയാം എന്നായിരുന്നു. നീരസത്തോടെ കറിയോത്തുകാരൻ പറയുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴാ ചോദിച്ചിട്ടുള്ളത്? ജോൺ ശുദ്ധഗതിയോടെ നിഷ്കളങ്കതയിൽ അത്ഭുതത്തോടെ ചോദിക്കുന്നു. നീ മറ്റുള്ളവരെ കാണുന്നില്ലേ? ഇവൾ എപ്പോഴും മൂടിപ്പുതച്ചാണ് നടപ്പ്. ഒന്നുകിൽ അവൾ ചാരവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ കുഷ്ഠരോഗിയാണ്. അവൾ നമ്മെ അനുഗമിക്കുകയും നമ്മെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണ്ട. ചാരവൃത്തിയാണെങ്കിൽ നമുക്ക് ആപത്ത് വരാനാണ്. ഒരുപക്ഷെ സൻഹെദ്രീൻ അവൾക്ക് പണം കൊടുത്ത് ചെയ്യിക്കുന്നതായിരിക്കാം. ആ സൻഹെദ്രീന് അത്തരം മാർഗങ്ങളുമുണ്ടോ? നിനക്ക് തീർച്ചയാണോ? പത്രോസ് ചോദിക്കുന്നു. വളരെ ഉറപ്പാണ്. ഞാൻ ദേവാലയത്തിലേതായിരുന്നു. എനിക്കറിയാം. എത്ര നന്നായിരിക്കുന്നു. ഗുരു പറഞ്ഞത് ഒരു കയ്യുറ പോലെ ചേരുന്നുണ്ട്.
എന്ത്? യൂദാസിന് ദേഷ്യം കൊണ്ട് ചുമപ്പായി. പുരോഹിതരുടെ ഇടയിലും അജ്ഞാനികളുണ്ടെന്ന്. ചാരവൃത്തിക്ക് പണം കൊടുക്കുന്നതും അതുമായി എന്തു ബന്ധം? ധാരാളം. തീർച്ചയായും കുറച്ചധികം ബന്ധമുണ്ട്. എന്തിനാണ് അവർ പണം കൊടുക്കുന്നത്? ഗുരുവിനെ നിഷ്കാസനം ചെയ്ത് അവന്റെ മേൽ വിജയം സ്ഥാപിക്കാനാണ്. അങ്ങനെ അവർ അവരെ തന്നെ അൾത്താരയിൽ വച്ച് പൂജിക്കുന്നു. വെണ്മയായ വസ്ത്രത്തിനുള്ളിൽ മലിനത നിറഞ്ഞ ആത്മാക്കൾ. പത്രോസ് നല്ല വിവേകത്തോടെ സംസാരിക്കുന്നു. കൊള്ളാം, യാഥാർത്ഥ്യം ഇതാണ്. ആ സ്ത്രീ നമുക്കും ജനക്കൂട്ടത്തിനും അപകടകാരിയാണ്. ഒരു കുഷ്ഠരോഗിയാണെങ്കിൽ ജനസമൂഹത്തിനും, ചാരവൃത്തിയിലാണെങ്കിൽ നമുക്കും. അതായത് ക്രമേണ ഗുരുവിനും. പത്രോസ് മറുപടി പറയുന്നു. അവൻ വീഴുകയാണെങ്കിൽ നമ്മളും വീഴും. ഹാഹാ, പത്രോസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ വിഗ്രഹം നിലത്ത് വീഴുകയാണെങ്കിൽ അത് പൊട്ടി പല കഷ്ണങ്ങളായി പോകും. അപ്പോഴോ നമ്മുടെ സമയം, നമ്മുടെ സൽകീർത്തി, ഒരുപക്ഷെ നമ്മുടെ ജീവനും നഷ്ടപ്പെട്ടെന്നിരിക്കും. ഹാഹാ, അത് വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ അകന്നു പോകുക. ഇത് ശരിയല്ലല്ലോ. എന്നാൽ നേരെ മറിച്ച് ഞാൻ അവനിലേക്ക് കൂടുതൽ അടുക്കുന്നു. അവനെ ഞാൻ കൂടുതൽ അടുത്ത് ആശ്ലേഷിക്കുന്നു. ദൈവത്തെ വഞ്ചിക്കുന്നവരാൽ നിഷ്കാസിതനായി അവൻ വീഴുന്നെങ്കിൽ അവന്റെ കൂടെ വീഴാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് പത്രോസ് തന്റെ നീളം കുറഞ്ഞ കരങ്ങളാൽ ഈശോയെ മുറുകെ കെട്ടിപ്പിടിക്കുന്നു. ഇത്രയധികം ദ്രോഹം ഞാൻ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഗുരുവേ. വളരെ ദുഃഖത്തോടെ ജോൺ പറയുന്നു. ഈശോയെ നോക്കിയാണ് നിൽക്കുന്നത്. എന്നെ ഇടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുക, എന്നാൽ അങ്ങ് രക്ഷപ്പെടണം. അങ്ങേ മരണത്തിന് ഞാനാണ് കാരണക്കാരനാകുന്നതെങ്കിൽ അത് ഭീതിജനകമായിരിക്കും. ഞാൻ എന്നോട് തന്നെ ഒരിക്കലും ക്ഷമിക്കയില്ല. എന്റെ വിചാരം കണ്ണുനീർ തീപ്പൊള്ളലിന്റെ അടയാളങ്ങൾ എന്റെ കവിൾത്തടങ്ങളിൽ ഉണ്ടാക്കുമെന്നും എന്റെ കണ്ണുകൾ വെന്തുപോകുമെന്നാണ്. ഞാൻ എന്താണ് ഈ ചെയ്തത്? യൂദാസ് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരു വിഡ്ഢിയായല്ലോ. ഇല്ല ജോൺ, നീ വിഡ്ഢിയല്ല. നീ ശരിയായത് ചെയ്തു. ബഹുമാനിക്കുക. പാപവും രക്ഷിക്കപ്പെടാനുള്ള ആഗ്രഹവും തമ്മിലുള്ള പോരാട്ടത്തിൽ അത് ഒരു സംരക്ഷണമായിട്ടായിരിക്കാം അവൾ അത് ധരിക്കുന്നത്. ഇതുപോലുള്ള യുദ്ധത്തിൽ ഒരാൾക്ക് എന്തെന്ത് മുറിവുകളാണ് ഏൽക്കുന്നതെന്ന് നിനക്കറിയാമോ? എന്തുമാത്രം കണ്ണീരും ലജ്ജയും ഉണ്ടാകുമെന്ന് നിനക്കറിയാമോ? നീ, ജോൺ, ഒരു നല്ല ശിശുവിന്റെ ഹൃദയമുള്ള പ്രിയ മകൻ. നീ പറഞ്ഞില്ലേ, എനിക്കെന്തെങ്കിലും ഉപദ്രവം നീ നിമിത്തം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖത്താകെ കണ്ണീര് നിമിത്തം കലയുണ്ടാകുമെന്ന്. പുനരുദ്ധരിക്കപ്പെട്ട ഒരു മനസാക്ഷി പങ്കിലമായിരുന്ന ഒരു ജഡത്തിന്മേൽ കടിക്കാൻ തുടങ്ങി അതിനെ നശിപ്പിച്ച് ആത്മാവിന് വിജയം നേടുവാൻ ശ്രമിക്കുമ്പോൾ മാംസത്തിന് ആകർഷകമായിരുന്ന എല്ലാറ്റിനെയും വിഴുങ്ങേണ്ടതായി വരുന്നു. അപ്പോൾ ആ വ്യക്തി അതിനെ വിഴുങ്ങുന്ന തീയുടെ ഉഗ്രതയുടെ കീഴിൽ ഞെരുങ്ങി വളരുകയും വാർദ്ധക്യമാകുകയും ചെയ്യുന്നു. പിന്നീട് രക്ഷയിലേക്ക് പൂർണ്ണമായി വന്നു കഴിയുമ്പോൾ വീണ്ടും സൗന്ദര്യമുള്ളതായി തീരുന്നു. ഈ രണ്ടാമത്തെ സൗന്ദര്യം വിശുദ്ധവും ആദ്യത്തേതിനേക്കാൾ പൂർണ്ണവുമായിരിക്കും. കാരണം ഈ സൗന്ദര്യം ആത്മാവിന്റെ സൗന്ദര്യമാണ്. അത് ഉത്ഭവിക്കുന്നത് കണ്ണുകളിൽ നിന്നാണ്, പുഞ്ചിരിയിൽ നിന്നും, സ്വരത്തിൽ നിന്നും, നെറ്റിയിലുള്ള സത്യസന്ധമായ ഒരഭിമാനത്തിൽ നിന്നുമാണ്. ആ നെറ്റിത്തടത്തിലേക്ക് ദൈവത്തിൽ നിന്നുള്ള പാപപ്പൊറുതി താണിറങ്ങി അവിടെ ഒരു കിരീടം പോലെ പ്രകാശിക്കും. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തില്ല അല്ലേ? ഇല്ല, നീ തെറ്റൊന്നും ചെയ്തില്ല. പത്രോസും തെറ്റൊന്നും ചെയ്തില്ല. അവൾ എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ, അക്കാര്യം വിട്ടുകളയൂ. ഇനി നിങ്ങളെല്ലാവരും പോയി വിശ്രമിക്കൂ. ജോണും സൈമണും ഇവിടെ നിൽക്കട്ടെ. അവരോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. മറ്റുള്ളവർ പൊയ്ക്കൊള്ളൂ. ശിഷ്യരെല്ലാം പോകുന്നു. ഒരുപക്ഷെ അവർ എണ്ണമില്ലിലായിരിക്കാം ഉറങ്ങുന്നത്. എനിക്കറിഞ്ഞുകൂടാ. അവര് പോയി. എന്നാൽ അവർ ജെറുസലേമിലേക്കല്ല പോയത്. കാരണം അവിടെ ഗേറ്റ് എപ്പോഴേ അടച്ചു കഴിഞ്ഞു. ഞാൻ ദാവീദിന്റെ മാളികയിലായിരുന്നപ്പോൾ ലാസറസ് ഐസക്കിനെയും മാക്സിമിനൂസിനെയും നിന്റെ പക്കലേക്ക് അയച്ചെന്ന് സൈമൺ പറഞ്ഞല്ലോ. അവൻ എന്താണ് ആവശ്യപ്പെട്ടത്? അവൻ പറഞ്ഞയച്ചത് ഇതാണ്. നിക്കദേമൂസ് അവന്റെ വീട്ടിലുണ്ട്. അയാൾക്ക് രഹസ്യമായി ഈശോയോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
അപ്പോൾ ഞാൻ എന്റെ സ്വന്തമായി ഇത്രയും പറഞ്ഞു: അയാൾ വന്നുകൊള്ളട്ടെ. ഗുരു അയാൾക്കു വേണ്ടി രാത്രിയിൽ കാത്തിരിക്കും. അങ്ങേക്ക് രാത്രിയിൽ മാത്രമല്ലേ ഒറ്റയ്ക്കായിരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജോണും ഞാനും ഒഴികെ അവരെയെല്ലാം പറഞ്ഞയക്കണമെന്ന്. കിദ്രോൻ പാലത്തിങ്കൽ ചെന്ന് പട്ടണത്തിന് വെളിയിൽ ലാസർസിന്റെ ഒരു വീട്ടിലുള്ള നിക്കോദെമൂസിന് വേണ്ടി കാത്തു നിൽക്കണമെങ്കിൽ ജോൺ വേണം. സാഹചര്യം വിശദീകരിക്കാൻ ഞാനും നിൽക്കണമല്ലോ. ഞാൻ തെറ്റുവല്ലതുമാണോ ചെയ്തത്? അല്ല, നീ ശരിയായത് ചെയ്തു. ജോൺ പറഞ്ഞതുപോലെ ചെയ്യൂ. ഈശോയും സൈമണും തനിയെയായി. ഈശോ ചിന്താമഗ്നനാണ്. ഈശോയുടെ മൗനത്തെ സൈമൺ ആദരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് മൗനം ഭഞ്ജിച്ച് താൻ ആലോചിച്ചിരുന്ന കാര്യത്തിന്റെ നിഗമനത്തിലെത്തിയ പോലെ ഉറക്കെ പറയുന്നു: ശരി, അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എളിയവരും നല്ലവരുമായവരുടെ ഇടയിൽ ഈ ആശയം സജീവമാക്കി നിലനിർത്തുന്നതിന് ഐസക്കും ഏലിയാസും മറ്റുള്ളവരും മതി. പ്രമാണികളുടെ പേർക്ക് വേറെ മാർഗങ്ങളുണ്ട്: ലാസറസ്, കൂസ, ജോസഫ്, പിന്നെ മറ്റു ചിലരും. എന്നാൽ പ്രമാണികൾക്ക് എന്നെ വേണ്ടല്ലോ. അവർ ഭയപ്പെട്ട് വിറയ്ക്കുന്നു. അവരുടെ അധികാരത്തെ ഓർത്താണ് ഭയം. ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതൽ ശത്രുത കാണിക്കുന്ന ഈ യൂദയാക്കാരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഞാൻ ദൂരേക്ക് പോകും. നമ്മൾ ഗലീലിയായ്ക്ക് പോകുകയാണോ? അല്ല, എന്നാൽ നമ്മൾ ജെറുസലേമിൽ നിന്ന് വളരെ അകലേക്ക് പോകുകയാണ്. യൂദയായിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടതാണ്. അത് ഇസ്രായേലിന്റെ ഒരു ഭാഗമാണല്ലോ. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നീ കാണുന്നുണ്ടല്ലോ. എല്ലാം എന്റെ കുറ്റമായിട്ടാണ് ഭവിക്കുന്നത്. ഞാൻ പിന്മാറുകയാണ്, അതും 2-ാം പ്രാവശ്യം. ഗുരുവേ, നിക്കോദെമൂസ് വന്നിരിക്കുന്നു. ജോൺ ആദ്യം അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ സൈമൺ ജോണിനെയും കൂട്ടിക്കൊണ്ട് അടുക്കളയുടെ വെളിയിലേക്ക് പോകുന്നു. ഈശോയും നിക്കോദെമൂസും മാത്രമായി. ഗുരുവേ, രഹസ്യത്തിൽ അങ്ങയോട് സംസാരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എന്നോട് ക്ഷമിക്കണമേ. അങ്ങയെ ഓർത്തും എന്നെ തന്നെ ഓർത്തും അധികം പേരെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഭീരുത്വം കൊണ്ട് തന്നെയല്ല ഞാനിത് ചെയ്യുന്നത്, വിവേകം വേണമല്ലോ എന്ന് കരുതിയും. പരസ്യമായി അങ്ങയുടേതായിരുന്നാൽ എന്നതിനേക്കാൾ കൂടുതലായി അങ്ങയ്ക്ക് സഹായകമാകാൻ കഴിയണമെന്ന് ആഗ്രഹമുള്ളതിനാലുമാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചത്. അങ്ങയ്ക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അങ്ങയോട് മതിപ്പുള്ളവരായി ഇവിടെയുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് ഞാൻ. ഞാൻ ലാസറസിന്റെ ഉപദേശം തേടി. ലാസറസിന്റെ കുടുംബ നിമിത്തം അവൻ ശക്തനാണ്. റോമാക്കാർക്ക് അവനെ മതിപ്പായതുകൊണ്ട് എല്ലാവർക്കും അവനെ ഭയമുണ്ട്. ദൈവത്തിന്റെ തൃക്കണ്ണുകളിൽ അവൻ നീതിമാനാണ്. പഠനവും കഴിവുകളും പക്വതയും നിമിത്തം അവൻ ജ്ഞാനിയാണ്. അവൻ നിന്റെയും എന്റെയും സ്നേഹിതനുമാണ്. ഇക്കാരണങ്ങളാലാണ് അവനോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. എന്റെ അനുമാനത്തിൽ തന്നെ അവനും എത്തിയതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. സൻഹെദ്രീന്റെ അവസാനത്തെ ചർച്ചകൾ ഞാൻ അവനെ അറിയിച്ചു. അവസാനത്തെ കുറ്റാരോപണങ്ങൾ ഉള്ള സത്യം പറയൂ. ഒടുവിലത്തെ കുറ്റാരോപണങ്ങൾ ശരിയാണ് ഗുരുവേ. ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. കൊള്ളാം, ഞാൻ അവന്റെ അനുഗാമികളിലൊരാളാണെന്ന്. കാരണം ആ സഭയിൽ ഒരാളെങ്കിലും അങ്ങയ്ക്ക് അനുകൂലമായിട്ടുണ്ടാകുമല്ലോ എന്ന് കരുതി. എന്നാൽ എന്റെ അടുത്ത് ഇരുന്നിരുന്ന ജോസഫ് എന്റെ ചെവിയിൽ പറഞ്ഞു: ഒന്നും പറയേണ്ട, നമ്മുടെ ചിന്തകൾ ഒട്ടും വെളിപ്പെടുത്തേണ്ട. ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു: ഇതാണ് നല്ലത്. നമ്മൾ അവന്റെ ശിഷ്യരാണെന്നറിഞ്ഞാൽ അവരുടെ ആലോചനകളും തീരുമാനങ്ങളും ഒന്നും നമ്മെ അവർ അറിയിക്കയില്ല. അവനെയും നമ്മളെയും ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് അവന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതേയുള്ളൂ എന്ന് വിചാരിച്ചാൽ കാപട്യമൊന്നും കാണിക്കയില്ല. അവൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അവർ അത്രയധികം ദുഷ്ടരാണ്. എനിക്ക് എന്റെ താല്പര്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമുണ്ടല്ലോ. ജോസഫിന് അവന്റേതും. ഗുരുവേ, അങ്ങ് ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരു വിധത്തിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഇക്കാര്യം നിങ്ങൾ വരുന്നതിന് മുമ്പ് സൈമണോട് പറയുകയായിരുന്നു. ഈ സ്ഥലത്ത് നിന്ന് ദൂരേക്ക് പോകാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ഞങ്ങൾ നിന്നെ സ്നേഹിക്കാത്തതിനാൽ നീ ഞങ്ങളെ വെറുക്കുന്നു. ഇല്ല, ഞാൻ എന്റെ ശത്രുക്കളെ പോലും വെറുക്കുന്നില്ല.
നീ അപ്രകാരം പറയുന്നു. ഇത് സത്യമാണ്. നീ ചെയ്യുന്നത് ശരിയാണ്. എനിക്കും ജോസഫിനും എത്ര വിഷമമാണ്. ലാസറസിനും എന്തു ദുഃഖമായിരിക്കും. ലാസറസ് എന്തു പറയും? ഇന്ന് അവൻ തീരുമാനിച്ചത് ഈശോ ഇവിടം വിട്ട് പൊയ്ക്കൊള്ളട്ടെ, എന്നാൽ സിയോനിൽ അവനുള്ള വീടുകളിൽ ഒന്നിൽ താമസിച്ചു കൊള്ളട്ടെ എന്നാണ്. ലാസറസ് വളരെ ധനികനായ മനുഷ്യനാണ്. പട്ടണത്തിന്റെ ഒരു വലിയ ഭാഗം അവന്റേതാണ്. അതുപോലെ പലസ്തീനായിലും ധാരാളം വസ്തുക്കളുണ്ട്. അവന് അവന്റെ പിതാവിന്റെ സ്വത്തുക്കൾ. അമ്മ യൂക്കേറിയായുടെ സ്വത്ത്. യൂക്കേറിയ നിന്റെ വംശത്തിലും കുടുംബത്തിലും പെട്ടവളായിരുന്നു. റോമായ്ക്ക് വിശ്വസ്ത സേവനം ചെയ്തതിന്റെ പ്രതിഫലം. ഇങ്ങനെ അവന്റെ മക്കൾക്ക് വമ്പിച്ച സ്വത്തുക്കൾ അവൻ മരണപത്രിക മൂലം പിതൃസ്വത്തായി നൽകി. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത്, പുറമെ കാണിക്കാത്തതും എന്നാൽ വളരെ ശക്തവുമായ മൈത്രിയാണ് റോമായുമായിട്ടുള്ളത് എന്ന കാര്യമാണ്. അതില്ലായിരുന്നെങ്കിൽ മേരി നിമിത്തം അവന്റെ വീട് മറ്റുള്ളവർ നശിപ്പിക്കുമായിരുന്നു. മേരി എന്തൊക്കെയാണ് ചെയ്തത്? ലജ്ജാകരമായ ജീവിതം, ഉന്നത സ്ഥാനം നിമിത്തം മാത്രം നേടിയെടുത്ത വിവാഹമോചനം, അവന്റെ കീഴിലുള്ള ആ പട്ടണത്തിലെ അവളുടെ കുത്തഴിഞ്ഞ ജീവിതം, തിബേരിയാസിലുള്ള അതിവിശിഷ്ടമായ വേശ്യാലയം, അവിടെ റോമാക്കാരും ഗ്രീക്കുകാരും കൂടെ ഒരുമിച്ച് വമ്പന്മാർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വേശ്യാക്കിടക്കകൾ, ഇതെല്ലാം അവൾ നിമിത്തം ഉണ്ടായതാണ്. സിറിയാക്കാരനായ തിയോഫിലസ് പുതുതായി ഇസ്രായേലിൽ ചേർന്നവനാണ്. അവന് കുറെ കൂടെ ആഴമായ ബോധ്യങ്ങളുണ്ടായിരുന്നെങ്കിൽ മക്കളെ ഗ്രീക്ക് സംസ്കാരം അനുസരിച്ച് വളർത്തുമായിരുന്നില്ല. അത് നിമിത്തം അനേകം സുഹൃതങ്ങൾ അവർക്കില്ലാതെ പോയി. യവന സംസ്കാരം കാമവികാരങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ പ്രസരിക്കാൻ അനുവദിക്കുന്നതാണ്. അത് ശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്തിട്ട് ലാസറസിനും പ്രത്യേകിച്ച് മാർത്തായ്ക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. എന്നാൽ മേരിയെ അത് ആക്രമിച്ച് അവളിൽ വർദ്ധിച്ചു പെരുകി. അവൾ കുടുംബത്തിന്റെ കളങ്കമായി തീർന്നു, പലസ്തീനായുടെയും അപമാനമായി തീർന്നു. റോമായുടെ ശക്തമായ സംരക്ഷണവും ആനുകൂല്യവും ഇല്ലായിരുന്നെങ്കിൽ അവർ കുഷ്ഠരോഗികളെക്കാൾ കഠിനമായി സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെടുമായിരുന്നു. സാഹചര്യം ഇങ്ങനെയാണ്. അതിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക. വേണ്ട, ഞാൻ പിൻവാങ്ങുകയാണ്. എന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എന്റെ അടുത്ത് വന്നുകൊള്ളും. ഞാനിത് പറയേണ്ടിയിരുന്നില്ലല്ലോ. നിക്കോദെമോസിന് വലിയ മനസ്സിടിവ്. അല്ല, നീ ഇത് പറഞ്ഞതുകൊണ്ടല്ല. കാത്തിരിക്കൂ, അപ്പോൾ മനസ്സിലാകും. ഈശോ ഒരു വാതിൽ തുറന്ന് വിളിക്കുന്നു. സൈമൺ, ജോൺ, ഇങ്ങോട്ട് വരൂ. ശിഷ്യർ രണ്ടുപേരും ഓടിയെത്തുന്നു. സൈമൺ, നിക്കോദെമോസ് വരുന്ന സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ആവർത്തിച്ചു പറയൂ. എളിയ ആളുകൾക്ക് ഇടയന്മാർ മതി. ലാസറസ്, നിക്കോദെമോസ്, ജോസഫ്, കൂസ, ഇത്രയും പേർ പ്രധാനികൾക്കുമുണ്ട്. ഈശോ ജെറുസലേമിൽ നിന്ന് ദൂരേക്ക് പോകുകയാണ്, എന്നാൽ യൂദയ വിട്ടു പോകുന്നില്ല. ഇങ്ങനെയാണ് അങ്ങ് പറഞ്ഞത്. ഇത് ആവർത്തിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നിക്കോദെമോസ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ടാണെന്ന് അയാൾ ഭയപ്പെടുന്നു. ഞാൻ ഗുരുവിനോട് പറയുകയായിരുന്നു, സൻഹെദ്രിൻ കൂടുതൽ കൂടുതൽ ശത്രുതയുള്ളതായി തീരുന്നുവെന്ന്. അതിനാൽ ലാസറസിന്റെ സംരക്ഷണയിൽ ഈശോ ജീവിക്കണം. റോമ അവന്റെ പക്ഷത്തായതുകൊണ്ടാണ് അവന് നിന്റെ വസ്തുവകകൾ സംരക്ഷിക്കാൻ കഴിഞ്ഞത്. അവൻ ഈശോയെയും സംരക്ഷിച്ചുകൊള്ളും. ഇത് സത്യമാണ്. ഇത് നല്ല ഉപദേശവുമാണ്. എന്റെ ജാതിയോട് റോമിന് അനിഷ്ടമായിരുന്നിട്ടും തെയോഫിലസിന്റെ ഒരു വാക്കാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കുഷ്ഠരോഗ നിമിത്തം ഞാൻ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് നാട് കടത്തപ്പെട്ടിരുന്നപ്പോൾ എന്റെ വസ്തുക്കൾ സംരക്ഷിക്കപ്പെട്ടു. ഗുരുവേ, ലാസറസിന് അങ്ങയോട് വളരെ താല്പര്യമാണ്. എനിക്കറിയാം, എന്നാൽ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടാൻ പോകുകയാണ്. അല്ല നിക്കോദെമോസേ, എല്ലാ തരത്തിലുമുള്ള ആളുകൾ സ്നാപകന്റെ പക്കൽ പോകുന്നുണ്ടല്ലോ. എല്ലാ തരത്തിലും നിലയിലുമുള്ളവർക്ക് എന്റെ അടുക്കൽ വരാൻ കഴിയും. ഞങ്ങൾ നിന്റെ പക്കൽ വന്നത് നീ ജോണിനേക്കാൾ വലിയവനായതുകൊണ്ടാണ്. നിങ്ങൾക്കിനിയും വരാം. ഞാൻ ജോണിനെ പോലെ
ഏകനായ ഒരു റബ്ബിയായിരിക്കും. ദൈവസ്വരം കേൾക്കാൻ ആഗ്രഹിക്കുകയും ആ സ്വരം ഞാനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ജനക്കൂട്ടത്തോട് ഞാൻ സംസാരിക്കും. മറ്റുള്ളവർ എന്നെ മറന്നുകളയും. അതിനെങ്കിലും അവർക്ക് കഴിവുണ്ടെങ്കിൽ. ഗുരുവേ, നീ ദുഃഖിതനും നിരാശനുമാണ്. നീ ചെയ്യുന്നത് ശരിയാണ്. എല്ലാവരും നിന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നു. അവർക്ക് അത്ഭുതങ്ങൾ ലഭിക്കത്തക്ക വിധം അത്രയധികം നിന്നിൽ അവർ വിശ്വസിക്കുന്നു. ഹേറോദേസിന്റെ ആൾക്കാരിൽ ഒരുവൻ പോലും, അവനാണെങ്കിൽ ഹേറോദോസിന്റെ കൊട്ടാരത്തിൽ നടമാടുന്ന നിഷിദ്ധ സംഗമം പോലെയുള്ള അശ്ലീലങ്ങളാൽ മലിനമാക്കപ്പെടേണ്ടവനായിരുന്നിട്ട് പോലും അങ്ങിൽ വിശ്വസിച്ചു. റോമൻ പടയാളികൾ പോലും അങ്ങിൽ വിശ്വസിക്കുന്നു. ഇവിടെ സിയോനിലുള്ള നമ്മൾ മാത്രം കഠിന ഹൃദയരാണ്. എന്നാൽ എല്ലാവരുമല്ല. ഗുരുവേ, അവിടുത്തേക്കറിയാമല്ലോ, നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്നും നീ ദൈവത്തിന്റെ പണ്ഡിതനാണെന്നും നിന്നേക്കാൾ വലുതായി ആരുമില്ലെന്നും ഞങ്ങൾ അറിയുന്നു. ഗമാലിയേലും അങ്ങനെ പറയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലാത്തവന് നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. ഗമാലിയേലിനെ പോലെ അറിവുള്ളവനും അത് വിശ്വസിക്കുന്നു. എന്നാലും ഇസ്രായേലിനെ പോലെ എളിയ ജനങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? ഓ, എന്നോട് പറയൂ. എന്നോട് എന്റെ ജ്ഞാനം നിറഞ്ഞ വാക്കുകൾ ഒരുത്തരും നിന്ദിക്കാതിരിക്കാൻ ഞാൻ അതിന് ശക്തി കൂട്ടാനായി കള്ളമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കുകയില്ല. കർത്താവിന്റെ മിശിഹായാണോ നീ? പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നവൻ നീയാണോ? ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന ദൈവപിതാവിന്റെ വചനമാണോ നീ? ഇത് നീ തന്നെ ചോദിക്കുന്നതാണോ, അതോ ഇത് ചോദിക്കാൻ മറ്റുള്ളവർ നിന്നെ അയച്ചിരിക്കുന്നതോ? ഞാൻ തന്നെ ചോദിക്കുന്നതാണ് കർത്താവേ. എന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റും ഒരു പീഡനവുമാണ്, പരസ്പരം എതിർക്കുന്ന കാറ്റുകളും ശബ്ദങ്ങളും. പക്വതയിലെത്തിയ ഒരു മനുഷ്യനായ എനിക്ക് ഇവനുള്ളതുപോലെ സമാധാനപൂർണമായ ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഇവനാണെങ്കിൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പയ്യൻ. അവന്റെ ഉറപ്പ് അവന്റെ മുഖത്തിന് ഒരു പുഞ്ചിരിയും കണ്ണുകൾക്ക് ഇത്ര പ്രകാശവും ഹൃദയത്തിന് ഇത്ര തെളിവും നൽകുന്നു. ജോണേ, ഇത്ര ഉറപ്പോടെ നീ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? മകനെ, നസ്രത്തിലെ ഈശോ മിശിഹായാണെന്ന് നീ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ രഹസ്യം എന്താണെന്ന് എന്നെ പഠിപ്പിക്കൂ. സ്ട്രോബെറി പഴം പോലെ ജോൺ ചെമപ്പ് നിറമായി. തലയും താഴ്ത്തി പറയാൻ പോകുന്ന വലിയ കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി മാപ്പ് ചോദിക്കുന്ന പോലെയുള്ള ഭാവത്തിൽ ഇത്രമാത്രം പറയുന്നു. സ്നേഹിക്കുന്നതുകൊണ്ട്. സ്നേഹിക്കുന്നതുകൊണ്ട്. അപ്പോൾ നീ എങ്ങനെയാണ് സൈമൺ? വാർദ്ധക്യത്തിന്റെ പടിക്കലെത്തിയ നീതിമാനായ മനുഷ്യൻ, പഠനമുള്ളവൻ, എവിടെയും ചതിയുണ്ടായിരിക്കുമെന്ന് ഭയപ്പെടത്തക്ക വിധം അത്രയധികം ദുരിതങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടവൻ. ധ്യാനിക്കുന്നതുകൊണ്ട്. സ്നേഹിക്കുന്നു, ധ്യാനിക്കുന്നു. ഞാനും സ്നേഹിക്കുന്നു, ധ്യാനിക്കുന്നു. എന്നാൽ എനിക്കിപ്പോഴും ഉറപ്പ് കിട്ടുന്നില്ല. ഈശോ ഇടയ്ക്ക് കയറി പറയുന്നു. ഇതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. അവർ രണ്ടും വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. എല്ലാ ആശയങ്ങളും വിട്ട് എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് ഒരു പുതിയ അരൂപിയിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് അവർ മനസ്സിലാക്കി. തന്നിമിത്തം അവർ ദൈവത്തെ മനസ്സിലാക്കി. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവത്തിന്റെ രാജ്യം കാണാനോ അതിന്റെ രാജാവിൽ വിശ്വസിക്കാനോ കഴിയില്ല. വളർച്ചയെത്തിയ ഒരു മനുഷ്യന് വീണ്ടും ജനിക്കാൻ എങ്ങനെ കഴിയും? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ബഹിഷ്കൃതനായാൽ മനുഷ്യന് തിരികെ അതിലേക്ക് പോകാൻ കഴിയുകയില്ല. ധാരാളം അജ്ഞാനികൾ വിശ്വസിക്കുന്ന പുനർജന്മത്തെക്കുറിച്ചാണോ നീ പറയുന്നത്? ആയിരിക്കയില്ല. നിനക്കത് പറയാൻ സാധ്യമല്ല. എങ്ങനെ ആയാലും അത് ഗർഭപാത്രത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരിക്കയില്ല. സമയത്തിനതീതമായ ഒരു പുനർജന്മമായിരിക്കും. അതായത് ഇപ്പോഴല്ല, പിന്നെ എങ്ങനെ? ഈ ലോകത്തിൽ ശരീരത്തിന് ഒരു ജീവൻ മാത്രമേയുള്ളൂ. ഈ ലോകത്തിനപ്പുറം ആത്മാവിന് ഒരു നിത്യജീവനേയുള്ളൂ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മാംസത്തെയും രക്തത്തെയും കുറിച്ചല്ല, അമർത്യമായ അരൂപിയെക്കുറിച്ചാണ്. അരൂപി യഥാർത്ഥ ജീവനിലേക്ക് ജനിക്കുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്, ജലത്താലും അരൂപിയാലും.
എന്നാൽ കൂടുതൽ ശ്രേഷ്ഠമായത് അരൂപിയാണ്. അവനെ കൂടാതെ ജലം ഒരു പ്രതീകം മാത്രം. ജലത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവൻ അരൂപിയാലും വിശുദ്ധീകരിക്കപ്പെടണം. അരൂപിയാൽ അവൻ കത്തി ജ്വലിക്കുകയും പ്രകാശിക്കുകയും വേണം. നിത്യരാജ്യത്തിൽ ദൈവത്തിന്റെ മടിയിൽ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം വേണം. കാരണം ജഡത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ജഡമായി തന്നെ ഇരിക്കും. ജഡത്തിന്റെ അഭിലാഷങ്ങളിലൂടെയും പാപങ്ങളിലൂടെയും അതിനെ സേവിച്ച ശേഷം ജഡത്തിന്റെ കൂടെ തന്നെ മരിക്കുന്നു. എന്നാൽ അരൂപിയിൽ നിന്ന് ജനിച്ചത് അരൂപിയാണ്. അത് ജനിച്ച ഉറവിടമായ അരൂപിയിലേക്ക് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനു മുമ്പ് സ്വന്തം അരൂപിയെ വളർത്തി പക്വതയിലെത്തിക്കുന്നു. സ്വർഗരാജ്യത്തിൽ വസിക്കാനുള്ളവർ അരൂപിയിൽ പ്രായപൂർത്തി എത്തിയവർ മാത്രമാണ്. അതിനാൽ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങളും വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും ജനിക്കേണ്ടത് എങ്ങനെയെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കി. ഇളയവൻ അവന്റെ മാംസത്തെ കീഴടക്കി ആത്മാവിന് നവജീവൻ കിട്ടുന്നതിനായി അഹം സ്നേഹമാകുന്ന അഗ്നിസ്തംഭത്തിന്മേൽ വച്ചു. പദാർത്ഥപരമായിട്ടുണ്ടായിരുന്നതെല്ലാം കത്തി. അതിന്റെ ചാമ്പലിൽ നിന്ന് അവന്റെ ആധ്യാത്മിക കുസുമം വിരിഞ്ഞു. നിത്യസൂര്യനിലേക്ക് സദാ തിരിഞ്ഞിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു സൂര്യകാന്തി പൂവ്. പ്രായം കൂടുതലുള്ള ആൾ തന്റെ പഴയ ചിന്താഗതിയുടെ വേരിന് ധ്യാനമാകുന്ന മഴു വച്ചു. പഴയ ചെടി വേരോടെ പിഴുതു മാറ്റി. സന്മനസ് എന്ന ഏക മുള മാത്രം നിർത്തി. അതിൽ നിന്നാണ് പുതിയ ചിന്തകൾ ജനിക്കാൻ അവൻ അനുവദിച്ചത്. അവൻ ഇപ്പോൾ ഒരു പുതിയ അരൂപിയാൽ ദൈവത്തെ സ്നേഹിക്കുകയും കാണുകയും ചെയ്യുന്നു. തുറമുഖത്തെത്തുവാൻ ഓരോരുത്തർക്കും അവരവരുടേതായ വഴിയുണ്ട്. പായ് എങ്ങനെയാണ് ചുരുളഴിച്ച് പിടിച്ചു കൊടുക്കേണ്ടതെന്ന് അറിയാമെങ്കിൽ എല്ലാ കാറ്റും നല്ലതാണ്. കാറ്റ് വീശുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നു. അതനുസരിച്ച് നമ്മൾ പായുടെ കയർ ക്രമപ്പെടുത്തുന്നു. എന്നാൽ കാറ്റ് എവിടെ നിന്ന് വരുന്നെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് ആവശ്യമുള്ളതിനെ വിളിച്ചു വരുത്താനും കഴിയുകയില്ല. അതുപോലെ അരൂപി വിളിക്കുന്നു. വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് കടന്നു പോകുന്നു. ജാഗ്രതയോടെ ഇരിക്കുന്നവർക്കേ അതിനെ പിൻചെല്ലുവാൻ പറ്റുകയുള്ളൂ. ഒരു പുത്രന് പിതാവിന്റെ സ്വരം അറിയാം. അരൂപിക്ക് അതിന് ജന്മം നൽകിയ അരൂപിയുടെ സ്വരം അറിയാം. അതെങ്ങനെയാണ് സംഭവിക്കാൻ കഴിയുക? ഇസ്രായേലിലെ ഒരു ഗുരുവായ നീ എന്നോട് ചോദിക്കുന്നോ? ഇക്കാര്യങ്ങൾ നിനക്കറിഞ്ഞുകൂടെ? നമ്മൾ അറിയുകയും കാണുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാനും സംസാരിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും എനിക്കറിയാവുന്നവയാണ്. ഞാൻ നിനക്ക് നൽകുന്ന സാക്ഷ്യം നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ കാണാതിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അവതരിച്ച വചനത്തിൽ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അരൂപിയിൽ വിശ്വസിക്കാൻ എങ്ങനെ കഴിയും? ഇവിടെ താഴെയുള്ളവരെ എന്റെ കൂടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനാണ് ഞാൻ താണിറങ്ങിയത്. ഒരുവൻ മാത്രം സ്വർഗത്തിലേക്ക് കയറും. അങ്ങനെ കയറുന്നത് സ്വർഗം തുറക്കാനുള്ള അധികാരത്തോടു കൂടെയായിരിക്കും. അത് മനുഷ്യപുത്രനായ ഞാനാണ്. മോശയെ ഓർമ്മിക്കുക. അവൻ മരുഭൂമിയിൽ ഒരു സർപ്പത്തെ ഉയർത്തി. അത് ഇസ്രായേൽക്കാരുടെ രോഗശമനത്തിനു വേണ്ടിയായിരുന്നു. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഇപ്പോൾ അന്ധരും ബധിരരും മൂകരും ചിത്താസ്വാസ്ഥ്യമുള്ളവരും കുഷ്ഠരോഗികളും പാപത്തിന്റെ പനി പിടിച്ചവരും സൗഖ്യം പ്രാപിക്കും. എന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം നിത്യജീവൻ പ്രാപിക്കും. എന്നിൽ വിശ്വസിക്കുന്നവർക്കും ആ ആനന്ദപൂർണമായ ജീവിതം ലഭിക്കും. നിന്റെ തലവര താഴ്ത്തിക്കളയാതിരിക്കൂ നിക്കോദേമോസേ. ഞാൻ വന്നിരിക്കുന്നത് രക്ഷപ്പെടുത്താനാണ്, നഷ്ടപ്പെടുത്താനല്ല. ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ രക്ഷിക്കാനാണ്. ലോകത്തിൽ ഞാൻ എല്ലാ പാപങ്ങളും എല്ലാ അബദ്ധ പഠനങ്ങളും എല്ലാ തരത്തിലുമുള്ള വിഗ്രഹാരാധനകളും കണ്ടിരിക്കുന്നു. പൊടിയുടെ മീതെ വേഗത്തിൽ പറക്കുന്ന മീവൽ പക്ഷിയുടെ തൂവലുകളിൽ പൊടി പറ്റുന്നുണ്ടോ? ഇല്ല. ആ പക്ഷി ഭൂമിയിലെ ദുഃഖമയമായ വഴികളിലൂടെ നീലിമയാർന്ന ആകാശത്തിന്റെ ഒരു തരി കൊണ്ടു നടക്കുന്നു. ആകാശത്തിന്റെ സൗരഭ്യവും. അത് ഒരു സ്വരം പുറപ്പെടുവിച്ച് മനുഷ്യരെ ചെളിയിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ആകാശത്തിലേക്ക് അത് പറന്നു പോകുന്നത് നോക്കുവാൻ ഉണർത്തുന്നു. ഞാനും അതുപോലെ ചെയ്യുകയാണ്.
ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ എന്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വരൂ. ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും വിധിക്കപ്പെടുകയില്ല. അവൻ ഇപ്പോഴേ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. കാരണം പിതാവിനോട് ഇവനു വേണ്ടി അനുകൂലമായി സംസാരിക്കുന്നു. പുത്രൻ ഇതാണ് പറയുന്നത്: അവൻ എന്നെ സ്നേഹിച്ചു. എന്നാൽ ഒരുവന് വിശ്വാസമില്ലെങ്കിൽ സൽപ്രവൃത്തികൾ നിഷ്ഫലമാണ്. അവനെ ഇപ്പോൾ തന്നെ വിധിച്ചിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ അവൻ വിശ്വസിച്ചില്ല. എന്റെ പേരെന്താണ് നിക്കോദെമൂസേ? ഈശോ അല്ല, രക്ഷകൻ. ഞാൻ രക്ഷയാണ്. എന്നിൽ വിശ്വസിക്കാത്തവൻ രക്ഷയെ നിരാകരിക്കുന്നു. അവൻ നിത്യമായ നീതിയാൽ വിധിക്കപ്പെടുന്നു. ഇതാകുന്നു വിധി: പ്രകാശം നിന്റെ പക്കലേക്കും ലോകത്തിലേക്കും അയക്കപ്പെട്ടു. നിങ്ങളെ രക്ഷിക്കാനാണ് അയച്ചത്. എന്നാൽ നീയും ആളുകളും പ്രകാശത്തേക്കാൾ അന്ധകാരത്തെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം നിങ്ങൾ ദുഷ്പ്രവൃത്തികളെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇവ നിങ്ങളുടെ തഴക്കമായി തീർന്നിരുന്നു. അവയെ നിങ്ങൾ അനുസരിച്ച് വിശുദ്ധരാകാൻ വേണ്ടിയായിരുന്നു. എന്നാൽ നിങ്ങൾ ദുഷ്കർമ്മങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പ്രകാശത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. കാരണം നിങ്ങളുടെ രഹസ്യമായിട്ടുള്ള മുറിവുകളെ അത് വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഭയപ്പെട്ടു. ഞാൻ ഈ പറയുന്നത് നിന്നെക്കുറിച്ചല്ല നിക്കോദെമൂസേ, എന്നാൽ ഇതാണ് സത്യം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും വിധി അനുസരിച്ച് ശിക്ഷയും വ്യത്യാസപ്പെട്ടിരിക്കും. എന്നെ സ്നേഹിക്കുകയും ഞാൻ പഠിപ്പിക്കുന്ന സത്യം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർ അരൂപിയിൽ രണ്ടാമത് ജനിച്ചവരാണ്. ആദ്യത്തേതിനേക്കാൾ മെച്ചമായ ജന്മം. ഇവർക്ക് പ്രകാശത്തെ ഭയമില്ല. നേരെ മറിച്ച് അവർ പ്രകാശത്തിനടുത്തേക്ക് ചെല്ലുന്നു. കാരണം അവരുടെ പ്രകാശം കൊണ്ട് അവരെ പ്രകാശിപ്പിച്ച വെളിച്ചം തന്നെ വലുതാകുന്നു. പരസ്പരം നൽകുന്ന ഒരു മഹത്വം. ഈ മഹത്വം ദൈവം തന്റെ മക്കളിൽ ആനന്ദിക്കുന്നതിനും മക്കൾ പിതാവിൽ ആനന്ദിക്കുന്നതിനും ഇടയാക്കുന്നു. പ്രകാശത്തിന്റെ മക്കൾക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നതിനും ഭയമില്ല. അവരുടെ ഹൃദയത്തിലും അവരുടെ പ്രവൃത്തികൾ നിമിത്തവും അവർ ഇതാണ് പറയുന്നത്: ഞാനല്ല, അവൻ, പിതാവ്. അവൻ അരൂപി എന്നിൽ നന്മ പ്രവർത്തിച്ചു. അവർക്ക് മഹത്വം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിപൂർണ ഐക്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഈ 3 പേരുടെ നിത്യമായ ഗാനം സ്വർഗത്തിൽ നിന്ന് മറുപടി നൽകുന്നു: ഞങ്ങളുടെ ഹിതത്തിന്റെ യഥാർത്ഥ പുത്ര, നിത്യമായ അനുഗ്രഹം നിനക്ക് ഞങ്ങൾ തരുന്നു. ജോൺ എഴുതുവാൻ സമയമാകുമ്പോഴേക്കും ഉപകാരപ്പെടാൻ ഈ വാക്കുകൾ ഓർത്തിരിക്കൂ. നിക്കോദെമൂസേ, നിനക്ക് ബോധ്യമായോ? ഉവ്വ് ഗുരുവേ, എനിക്ക് ബോധ്യമായി. ഇനിയും അങ്ങയോട് സംസാരിക്കാൻ എപ്പോൾ എനിക്ക് കഴിയും? എങ്ങോട്ട് നിന്നെ കൊണ്ടുവരണമെന്ന് ലാസറസിന് അറിയാമായിരിക്കും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ലാസറസിന്റെ പക്കലേക്ക് പോകുന്നുണ്ട്. ഗുരുവേ, ഞാൻ പോകുന്നു. നിന്റെ ദാസനെ അനുഗ്രഹിക്കൂ. എന്റെ സമാധാനം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിക്കോദെമോസ് ജോണിന്റെ കൂടെ പുറത്തേക്ക് പോകുന്നു. ഈശോ സൈമണോട് പറയുന്നു: അന്ധകാര ശക്തികളുടെ പ്രവർത്തനത്തിന്റെ രീതി നീ കണ്ടോ? ഒരു ശൽഫത്തെ പോലെ വീണ്ടും ജനിക്കാനായി മരിക്കാൻ അറിഞ്ഞുകൂടാത്തവരെ ചിലന്തിവല പോലെ കെണിയുണ്ടാക്കി അതിൽ വീഴുകയും ബന്ധിതരാക്കുകയും ചെയ്യുന്നു. എന്നാൽ ശലഭം വല പൊട്ടിക്കുകയും അതിനപ്പുറം കടക്കുകയും ചെയ്യും. അതിന്റെ സ്വർണ്ണ ചിറകിന്മേൽ വലയുടെ ചെറിയ അംശങ്ങൾ വിജയത്തിന്റെ അനുസ്മരണികയായി കൊണ്ടുപോകുകയും ചെയ്യുന്നു. ശത്രുവിന്റെ പതാകയും കൊടികളും എന്ന പോലെ ജീവിക്കുന്നതിനു വേണ്ടി മരിക്കാൻ ശക്തി കിട്ടുന്നതിനായി മരിക്കാൻ. വരൂ സൈമൺ, വിശ്രമിക്കൂ. ദൈവം നിന്നോടുകൂടെ. ദർശനം അവസാനിക്കുന്നു.